എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കെച്ചപ്പാണ്. ഇതിന് കളറോ പ്രിസർവേറ്റീവോ ഒന്നും തന്നെയില്ല. പക്ഷെ നമുക്ക് 3 ആഴ്ച ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിന് ആവശ്യമുള്ള ചേരുവകൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ നല്ല പഴുത്ത തക്കാളിയാണ്, 5-6 കൊച്ചുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 5-6 വളരെ ചെറിയ വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം മാത്രം മതി. ഇനി 2 ഗ്രാമ്പു, ഒരു ചെറിയ കറുവാപ്പട്ട. നമുക്കിത് കുക്കറിൽ 4 വിസിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് കളർ ആവശ്യമാണെങ്കിൽ ബീട്രൂട്ടും കൂടെ, ചെറിയ പീസ് ബീട്രൂട്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേവിച്ചോളൂ. ഇനി ഈ കുക്കറിൽ വെന്ത് വന്ന തക്കാളിയൊക്കെ നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. കൊത്തു മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ ആരംഭിക്കാം. ഞാനിവിടെ ബീട്രൂട്ട് ജ്യൂസാണ് എടുത്തത്, വേവിച്ചില്ല. ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് സെപ്പറേറ്റ് ചേർക്കുകയാണ് ചെയ്തത്. ബീട്രൂട്ട് നമ്മൾ ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം നല്ല കളർ വരാൻ വേണ്ടിയാണ്. ഇനി 2 ടേബിൾ സ്പൂൺ വിനാഗിരിയിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു, 1/4 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്തു. ഇതെല്ലാം നിങ്ങളുടെ എരിവനുസരിച്ച് ക്രമീകരിക്കണം. ഞാൻ അല്പം സ്പൈസി ആയിട്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് അര ടീസ്പൂൺ ചേർത്ത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കാം. ഇനി ചേർക്കേണ്ടത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര അപ്പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ, ഞാൻ വളരെ നേരിയ രീതിയിലേ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. സ്പൈസിയും നല്ല പുളിയുമായിട്ടുള്ള ഒരു കെച്ചപ്പാണിത്. അതുകൊണ്ട് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. നല്ല കുറുകി വരട്ടെ. ഒരു 15 മിനിറ്റ് ആയപ്പോൾ നല്ല കുറുകി വന്നു. 15 മുതൽ 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ കുറുകി വരും. ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഇനി നിങ്ങൾക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിനൊരു ചെറിയ കുപ്പിയിലേക്ക് നമുക്ക് ഇത് കെച്ചപ്പ് മാറ്റാം. ചെറിയ കുപ്പിയിലേക്ക് മാറ്റാനായിട്ട് നിങ്ങളുടെ അടുത്ത് ഫണലില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അലുമിനിയം ഫോയിലോ ബട്ടർ പേപ്പറോ എടുത്ത് മെഹന്തി കോൺ പോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ടൊന്ന് മുറിക്കുക. ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഒന്ന് മുറിക്കുക. എന്നിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ കെച്ചപ്പ് നമുക്ക് കുപ്പിയിലേക്ക് ആക്കി ഫ്രിഡ്ജിൽ 3 ആഴ്ച വരെ സൂക്ഷിക്കാം. വളരെ ടേസ്റ്റിയും നല്ല സ്പൈസിയുമാണ്. നല്ല മണം തരും. ഗ്രാമ്പും കറുവാപ്പട്ടയും നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല മണമായിരിക്കും. പിന്നെ ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് നല്ല നിറവും വരും. അപ്പം റെസ്റ്റോറൻറ്റിൽ അതേ സ്റ്റൈല് അതേ ടേസ്റ്റിൽ തന്നെ നമുക്കൊരു കെച്ചപ്പ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. എൻ്റെ എല്ലാ വ്യൂവേഴ്സിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.